എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇതൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് പായസങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ചക്ക പായസം ഉണ്ടാക്കാറുണ്ട്, മാമ്പഴ പായസം ഉണ്ടാക്കാറുണ്ട്, പരിപ്പ് പായസം, സേമിയ പായസം, പാലട, അടപ്രഥമൻ, അങ്ങനെ ഒരുപാട് പായസങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? നമ്മുടെ മലയാളികളുടെ മാത്രം പ്രത്യേകതയായിരിക്കും ഇങ്ങനെ ഏകദേശം ഒരേ പ്രോസസ്സിലൂടെ തന്നെ നമ്മൾ ഒരുപാട് പായസങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അതുപോലുള്ളൊരു പായസമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ പായസമാണ്. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്ത കുറച്ച് ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ അവിൽ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അവിലാണ്. ഞാനിവിടെ 1 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ അടുത്തായിട്ട് വേണ്ടത് പാലാണ്. ഞാനിവിടെ പശുവിൻ പാൽ എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പശുവിൻ പാലാണ്. 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്തത് വേണ്ടതാണ് പഞ്ചസാര. പഞ്ചസാര ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും അത്യാവശ്യം മധുരം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്കാപ്പൊടിയാണ്. പിന്നെ വേണ്ടത് കശുവണ്ടി മുന്തിരി. പിന്നെ വേണ്ടതാണ് നമുക്ക് ചവ്വരി. ഇത് നമുക്കൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിലെടുക്കുന്ന അത്രയ്ക്കൊരു അളവിൽ നമുക്ക് അല്ലെങ്കിൽ അവിലെടുക്കുന്നതിന് അത്രത്തോളം അളവിൽ നമുക്ക് ചവ്വരിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചാണ്, 1 കപ്പിൽ കുറച്ച് താഴെയായിട്ടാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള നെയ്യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അവിൽ പായസം ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് നെയ്യാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത്. നെയ്യിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് ചേർക്കാവുന്നതാണ്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമ്മളിനി അടുത്ത് ചേർക്കുന്നത് കശുവണ്ടിയും മുന്തിരിയുമാണ്. കശുവണ്ടിയും മുന്തിരിയും നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ അവിടെ ചെയ്യാവുന്നതാണ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അവിൽ ചേർക്കാവുന്നതാണ്. ഇനി അവിലും ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത് അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഈ പാലിന് തിളച്ചു വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ ഇത് തിളച്ചോളും. ഇതിപ്പോൾ അത്യാവശ്യം തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര നന്നായി മെൽറ്റ് ആവുന്നവരെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അത്യാവശ്യം യോജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചവ്വരിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇത് നമ്മൾ തിളച്ച വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരിയാണ് ചേർത്തിട്ടുള്ളത്. ഇതും നന്നായി യോജിച്ച് പായസത്തിൻ്റെ ഒരു ടെക്സ്ചർ ആവുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഏലക്കാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് സെർവിങ് ബൗളിലിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അവിൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.